ഇപ്പോൾ സംവിധായകൻ ജിതിൻ ലാൽ നമുക്കപ്പോൾ ഉണ്ട്. ജിതിൻ ലാൽ, അങ്ങേക്ക് ഹൃദയം നുറുങ്ങും, അതുകൊണ്ട് തന്നെയാണ് അങ്ങൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു വ്യാജൻ ഇറങ്ങുന്നത് സിനിമ ഹിറ്റായി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇത് ഒരു ആസൂത്രിത നീക്കമാണോ? അല്ല, എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ സിനിമയിൽ ആദ്യമായിട്ട് സിനിമ ചെയ്ത ഒരാളാണ്. എനിക്ക് ഇതിന്റെ പൊളിറ്റിക്സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് അധികം അറിയത്തില്ല. എന്റെ ഇതിൽ കളക്ഷനോ അതിനെയൊക്കെ കാട്ടി നമ്മൾ ചെയ്ത ഒരു പ്രോഡക്റ്റ് രണ്ടാമത്തെ ദിവസം ഈ പറയുന്ന പൈറേറ്റഡ് ആയിട്ടുള്ള സാധനം വരിക, അത് ട്രെയിനിലിരുന്ന് പബ്ലിക്കായിട്ടിരുന്ന് സിനിമ കാണുക എന്നൊക്കെ പറയുന്നതിലാണ് നമുക്കൊരു വിഷമം. ബാക്കിയെല്ലാം രണ്ടാമത്തതും അല്ലെങ്കിൽ അത് ആരെങ്കിലും ഒക്കെ അത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇത് നമുക്ക് തന്നെ ഈ ആന്റി പൈറസി ടീം ഉള്ളത് കൊണ്ട് ഡെയിലി എല്ലാ ലാംഗ്വേജും ഇപ്പൊ വന്നു. ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ നിന്ന് കോപ്പി എടുത്തതല്ല. ഇപ്പൊ 5 ലാംഗ്വേജിന്റെ ഔട്ടും ടെലഗ്രാമില് ഉണ്ട്. അതെങ്ങനെയാണ് ഇത്രയും ചുരുങ്ങിയ ടൈമില് 5 ലാംഗ്വേജും പല പല തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്ത് അത് ഈ പറയുന്ന ടെലിഗ്രാമിലേക്ക് പുഷ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ശ്രീ ജിതിൻ ലാൽ. അത് വായിച്ചപ്പോഴാണ് എനിക്കും ഒരു സംശയം തോന്നിയത്. കാരണം ഷെയ്ക്ക് ഇല്ലാതെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, ഇത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം പോലെ തോന്നുന്നതും അതുകൊണ്ടാണ്. കാരണം ട്രിപ്പിൾ റോളിൽ ടൊവിനോ എത്തുന്നു. അത് വലിയ മുതൽ മുടക്കുള്ള ഒരു ചിത്രമാണ്. 8 വർഷത്തെ ഒരു സ്വപ്നമാണ്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇപ്പോൾ നിർമ്മാതാവ് ലിസ്റ്റിൻ പറയുകയായിരുന്നു, 1 വർഷത്തിലധികം നീളുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം എഫേർട്ട് അതിൽ വന്നിട്ടുണ്ടല്ലോ. ജിതിന്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ കൃത്യമായ നിയമ നടപടിയിലേക്ക് പോകണം. ഈ വ്യാജൻ ഇറക്കുന്നവർ അല്ലെങ്കിൽ വ്യാജൻ ഇറക്കി പടം തിയേറ്ററിൽ നിന്ന് ആളിറങ്ങി പോകുന്നതിലേക്ക് നയിക്കുന്ന ഒരു സംഘടിതമായ ഒരു കുറ്റകൃത്യം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൃത്യമായി നിയമ നടപടിയിലേക്ക് പോകണം. ജിതിൻ, അതെ, ഈ എല്ലാ ലാംഗ്വേജിലും എനിക്ക് തോന്നുന്നു ഇന്നലെയും മെനിഞ്ഞാന്നും എല്ലാം ഹൗസ്ഫുൾ ആണ്. അത് നമ്മളെ കേരളത്തിൽ മാത്രമല്ല പുറത്തും നമുക്ക് അത്രയും ഷോസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ എല്ലാ ലാംഗ്വേജും ഒരുമിച്ച് ഈ പറയുന്ന വ്യാജ പ്രിന്റ് ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ കളക്ഷൻ കുറയ്ക്കാം അല്ലെങ്കിൽ ആൾക്കാരെ എത്തിക്കുന്നത് കുറയ്ക്കാം എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കില്ല ഇത് എല്ലാ ലാംഗ്വേജും ഇതിലേക്ക് വരുന്നത്. അതാണ് ഏറ്റവും സംശയം ഉണ്ടാക്കുന്ന കാര്യം. കാരണം മൾട്ടി ലാംഗ്വേജ് ചിത്രമായി വരുന്നു, മാത്രമല്ല അതിൽ ട്രിപ്പിൾ റോളിലാണ്. ഒരു പീരിയഡ് ഫിലിം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന ഒരു സിനിമയായി മാറേണ്ട ഒന്നാണ്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി എന്തായാലും കാണും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടിഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതുകൂടി ഞാൻ ജിതിനോടൊന്ന് പറയുകയാണ്. ജിതിന്റെ ആദ്യ ചിത്രം ഗംഭീരമാകട്ടെ. അതെ, ഈ പറയുന്ന ഫാമിലി ആയിട്ട് നമ്മൾ ഒരു ഓണത്തിന് കുട്ടികളും അപ്പൂപ്പനും അമ്മമ്മയും എല്ലാവരുമായിട്ട് പോയി തിയേറ്ററിൽ 3Dയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ നമ്മള് ഒരു സൈഡിൽ നിന്ന് അങ്ങനത്തെ നല്ല അഭിപ്രായവും കേൾക്കുന്നു, അതിനെല്ലാം കെടുത്താനായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരു തുടക്കക്കാരന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതെന്ന് ആലോചിക്കുമ്പം നമുക്ക് തന്നെ സ്വയം ഒരു പേടിയാണ്. ആക്ച്വലി ഇതിങ്ങനെ വൈറസ് പോലെ. ജിതിൻ, ടൊവിനോയോട് സംസാരിച്ചിരുന്നോ? ടൊവിനോയെ കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ടൊവിനോ എന്ത് പറഞ്ഞു ഈ സംഭവം അറിഞ്ഞപ്പോൾ? അല്ല, ടൊവിക്കും ഇപ്പൊ എല്ലാ സിനിമകൾക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സാധാരണ ഈ പറയുന്ന എത്രയോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് വരുന്നതും ഈ പറയുന്ന പ്രിന്റ് ഇറങ്ങുന്നതും ഒക്കെ. ഇത് ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിനിമയ്ക്കും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൊവി സ്ഥലത്തില്ലായിരുന്നു. ടൊവി ഇന്ന് രാവിലെ മാത്രമാണ് ഇവിടെ എത്തിയത്. അപ്പോ എനിക്ക് ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സിനിമയെക്കുറിച്ച് ഇതൊരു പസിൽ പോലെയാണ്. അതായത് ഒരു മുത്തശ്ശി കഥയും അങ്ങനെ അതെല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു പസിൽ പോലെയുള്ളൊരു നറേറ്റീവ് ഒക്കെയാണ് ജിതിൻ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ട് പരിചയിച്ച അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ക്ലീഷേസ് ഒന്നും ഇതിനകത്തില്ല എന്നാണ് ചിത്രം കണ്ടവരും വിലയിരുത്തുന്നവരും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിലൊക്കെ അസൂയപ്പെടുന്നവരും ഉണ്ടാകില്ല ഇൻഡസ്ട്രിയിൽ. ഇതൊരു 5 ഇഞ്ച് സ്ക്രീനിൽ കാണേണ്ട സിനിമയല്ല. അതാണ് എനിക്ക് ആകെ എല്ലാരോടും പറയാനുള്ളത്. നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ പറയുന്ന ഒരു 150 രൂപ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളിത് ഇങ്ങനെയുള്ള ഒരു പ്രിന്റ് മൊബൈലിൽ കണ്ട ഈ സിനിമ കാണരുത്.
ഞങ്ങൾ OTTക്ക് പോലും ഈ സിനിമ കൊടുത്തിട്ടില്ല. പ്രൊഡ്യൂസറിനോട് ചോദിച്ചാൽ അറിയാം. കാരണം ഈ സിനിമ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാനാണ് നമ്മൾ അതുപോലും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ ഒരു എഫേർട്ട്, താങ്കളുടെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തിയേറ്ററിലെത്തിയ ദിവസങ്ങൾക്കകം. അജയന്റെ രണ്ടാം മോഷണം എന്നാണ് സിനിമയുടെ പേര്. അത് മോഷ്ടിച്ചത് ആരാണെന്ന് നമുക്ക് അറിഞ്ഞേ തീരൂ. നമുക്ക് ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. താങ്ക് യു ജിതിൻ ഫോർ ജോയിനിങ് അസ്. താങ്ക് യു. ARM അജയന്റെ രണ്ടാം മോഷണം, അത് മോഷ്ടിച്ചത് ആരാണ് അറിയണ്ടേ? നമുക്ക് എന്തായാലും ഈ വാർത്തയുടെ പിന്നാലെ തന്നെ പോകാം.